ഹലോ ക്ലാസ് 12 CBSE ബോർഡ് എക്സാമിനകത്ത് 488 അതായത് 97.6% മാർക്ക് നേടിയ നീയോടൊപ്പമാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. എല്ലാവർക്കും തന്നെ അറിയാവുന്ന കാര്യമാണ് ക്ലാസ് 12 CBSE ബോർഡ് എക്സാമിൽ 488 എന്ന് പറയുന്നത് അത്രമേലൊരു എളുപ്പമായ സ്കോറല്ല. സോ മോളെ, ഈ കാണുന്നൊരു മാർക്ക് നേടിയപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ മോൾക്ക് എന്തായിരുന്നു ആ ഒരു നിമിഷത്തെ ഫീലിങ്സ്? ഇത് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു മോള്? ഇല്ല, ചെയ്തിട്ടുണ്ടായില്ല. അതെങ്ങനെ കേട്ടപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷം, ഭയങ്കര ഹാപ്പി ആയിരുന്നു, എക്സ്ട്രീംലി ഹാപ്പി ആയ നിമിഷം. പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ മോളിപ്പോൾ സ്കൂൾ ടോപ്പർ ആണ് എന്ന് വിശ്വസിക്കുന്നു അല്ലെ? സ്കൂളിനകത്ത് മോൾക്കായിരിക്കും ഏറ്റവും കൂടുതൽ മാർക്ക് ഒന്നുണ്ടാവാം. സോ എക്സാംസ് എല്ലാം തന്നെ ഹാർഡായിരുന്നു. ഇപ്പോൾ ഇന്ത്യൻ പാർലമെന്റ് ഉൾപ്പെടെ ചർച്ച ചെയ്ത പരീക്ഷയാണ് ഫിസിക്സ് എക്സാമിനേഷൻ. അപ്പോൾ എല്ലാവരും കേൾക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഫിസിക്സ് എക്സാമിനകത്ത് മോൾക്ക് എത്ര മാർക്ക് നേടാൻ വേണ്ടി സാധിച്ചു, എങ്ങനെയാണ് മോള് ഫിസിക്സ് ക്രാക്ക് ചെയ്യുന്നതെന്ന് തന്നെ എല്ലാവരും അറിയാൻ വേണ്ടി ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടാവും. സോ ഫിസിക്സിൽ എത്ര മാർക്ക് ഉണ്ടായിരുന്നു? എനിക്ക് ഫിസിക്സിൽ 94 ഉണ്ടായിരുന്നു. 94 ആയ ഫിസിക്സ് ഉണ്ടായിരുന്നു. ആൻഡ് ദെൻ എങ്ങനെയായിരുന്നു മോളുടെ ഒരു ഫിസിക്സ് സ്ട്രാറ്റജി ഉണ്ടായിരുന്നു? ഫിസിക്സ് സ്കൂളിൽ മാഡം പഠിപ്പിക്കുന്നതെല്ലാം പഠിക്കുമായിരുന്നു. പിന്നെ വന്നിട്ട് വൈകുന്നേരം വന്നിട്ട് ഞാൻ സൈലത്തിന്റെ ക്ലാസ് കാണും. അപ്പോൾ അവിടെ നിന്ന് ഞാൻ ക്ലാസ് കണ്ടിട്ട് അതേ ക്ലാസ് തന്നെ ഞാൻ ഇവിടെ വന്ന് വീണ്ടും കാണും. അപ്പോൾ 2 തവണ കണ്ടപ്പോൾ തന്നെ കുറച്ചൊക്കെ കോൺസെപ്റ്റ് നമുക്ക് നന്നായിട്ട് ഗ്രാപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ മാഡം അവിടെ ക്വസ്റ്റ്യൻസ് ചെയ്യിപ്പിക്കും, ബോർഡിൽ ചെയ്യിപ്പിക്കും. അപ്പോൾ അത് നമ്മ വന്ന് വീട്ടിൽ വന്ന് വർക്കൗട്ട് ചെയ്യും. പിന്നെ സൈലത്തിൽ എല്ലാ ചാപ്റ്റേഴ്സിന്റെ അടക്കം ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ചെയ്യിപ്പിക്കുമല്ലോ, അത് ഞാൻ വർക്കൗട്ട് ചെയ്യുമായിരുന്നു. പിന്നെ ഓസ്വാൾ വെച്ചിട്ട് കുറെ ക്വസ്റ്റ്യൻസ് ചെയ്യുമായിരുന്നു. മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി ക്വസ്റ്റ്യൻസ് ചെയ്യാണ്ട് ഫിസിക്സ് കോൺസെപ്റ്റ് ക്ലിയർ ചെയ്യാൻ പറ്റില്ല. അത് നമ്മ ക്വസ്റ്റ്യൻ ചെയ്താണ് ഫിസിക്സ് പഠിക്കണം എനിക്ക് തോന്നിയിട്ടുണ്ട്. കോൺസെപ്റ്റ് മാത്രം പഠിച്ചിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യാണ്ടിരുന്നു കഴിഞ്ഞാൽ പേപ്പർ കിട്ടിയിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു ഫോർമുല പഠിച്ചു കഴിഞ്ഞാൽ കാണുന്ന ഫോർമുലയുടെ അപ്ലിക്കേഷൻ ആയിട്ട് നമ്മൾ ചോദ്യം ചെയ്യണം, അല്ലാണ്ട് നമുക്ക് കിട്ടില്ല. ആ കാണുന്ന ഫോർമുല പഠിച്ചു, അതിന്റെ ചോദ്യം മൂളപ്പം തന്നെ ചെയ്ത് പഠിക്കുമായിരുന്നു. എനിക്ക് പറയാനുള്ളത് നിമിഷം ബാച്ചിനെ നമ്മുടെ വളരെ സ്ട്രക്ചർഡ് ആയിട്ട് ഇതുപോലെ തന്നെ ക്ലാസ്സുകൾ പോകുന്നത്, ഒരു ഫോമിൽ പഠിപ്പിക്കുന്നു, ആ കാണുന്നതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം എന്താണ് അപ്പോൾ തന്നെ ചെയ്ത് മുന്നോട്ട് പോകും. അത് തന്നെയാണ് ഫിസിക്സിനകത്ത് ഉപയോഗിക്കേണ്ട സ്ട്രാറ്റജി എന്ന് തന്നെയാണ് ഇപ്പോൾ മോള് പറഞ്ഞു വെക്കുന്നത്. PYQs ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് ഫിസിക്സിനെ സംബന്ധിച്ച്. ഫസ്റ്റ് ഓഫ് ഓൾ അത്യാവശ്യം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അതുവേണ്ടി റിസ്ക് എടുത്തില്ല, ചെയ്യാണ്ടതും പോയില്ല, ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫിസിക്സ് മാത്രമാണ് മറ്റു വിഷയത്തിന്റെ PYQs എല്ലാത്തിനും ഞാൻ PYQ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിപ്പോ എത്ര ഇയറിന്റെ PYQ മോള് ചെയ്തിരുന്നു? കാരണം അതും കൂടി ഇപ്പൊ ഒരു കൺഫ്യൂഷൻ സംഭവമാണല്ലോ എല്ലാവർക്കും. ലാസ്റ്റ് 10 years മോൾ എല്ലാ PYQs വളരെ വ്യക്തമായിട്ട് തന്നെ സോർട്ട് ചെയ്ത് പഠിച്ചിട്ട് പോയിരുന്നു. ഓക്കെ, അപ്പൊ ഫിസിക്സ് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് വിഷയം എല്ലാവർക്കും അറിയാമായിരിക്കും, കെമിസ്ട്രി ആണ് നമുക്ക് വരാൻ വേണ്ടി പോകുന്നത്. മോളുടെ ഫേവറേറ്റ് സബ്ജക്റ്റ് ആണ് കെമിസ്ട്രി, എന്നോട് പറഞ്ഞു ഓൾറെഡി തന്നെ. സോ കെമിസ്ട്രിയിൽ മോൾക്ക് എത്ര മാർക്ക് ഉണ്ടായിരുന്നു? എനിക്ക് കെമിസ്ട്രിയിൽ 100 ഉണ്ടായി. എന്തായാലും എല്ലാവരും ഒരു ആഗ്രഹിക്കുന്ന മാർക്ക് തന്നെയാണ്, ഒരു മാന്ത്രിക സംഖ്യയാണ് 100 എന്ന് പറയുന്നത്. ആര് പഠിക്കുമ്പോഴായാലും എല്ലാവരും പഠിക്കുന്നതും ഈ കാണുന്ന ഫുൾ മാർക്കിന് വേണ്ടിയാണെന്ന് ഉറപ്പാണ്. സോ മോൾ 100 നേടി. എല്ലാവരും ഏറ്റവും കേൾക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഫിസിക്സിനേക്കാളും കൂടുതൽ എങ്ങനെ 100 കിട്ടി കെമിസ്ട്രിക്ക്, അതായിരിക്കും. അങ്ങനെയൊക്കെ ചോദിച്ചാൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക തന്നെ കെമിസ്ട്രിയിലും, എക്സ്പെഷ്യലി ഫിസിക്കൽ കെമിസ്ട്രി ഒക്കെ ക്വസ്റ്റ്യൻസ് ചെയ്താണ്ട് കിട്ടില്ല. പിന്നെ ഫോർമുല പഠിക്കും, ക്വസ്റ്റ്യൻസ് ചെയ്യും. പിന്നെ ഓർഗാനിക് ആണെങ്കിൽ എന്റെ മാഡം നല്ല അടിപൊളിയായിട്ട് പഠിപ്പിക്കുമായിരുന്നു. മാഡം തന്നെ 4-5 പ്രാവശ്യമെങ്കിലും ക്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പൊ പിന്നെ സൈലത്തിന്റെ ക്ലാസ്സും കാണാറുണ്ട്. കുറെ ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ടായില്ലേ, എക്സാംസ് ഉണ്ടാവില്ലേ, മൊഡ്യൂൾ എക്സാംസ്, അതിനകത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ വർക്ക്ഔട്ട് ചെയ്യുമായിരുന്നു. അത് ഇത് വന്നിട്ടുണ്ട്. ഇപ്പോ സൈലത്തിനകത്ത് മോൾക്ക് ഇപ്പോ കെമിസ്ട്രി ക്ലാസ് എങ്ങനെയുണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോൾ എത്ര മാർക്ക് നൽകും സൈലത്തിന്റെ കെമിസ്ട്രി ക്ലാസ്? 10 നമുക്ക് ഏറ്റവും ഇഷ്ടം കെമിസ്ട്രി ആയിരുന്നോ? എനിക്ക് ഏറ്റവും ഇഷ്ടം ബയോളജി ആയിരുന്നു. ബയോളജി പ്രതീക്ഷ കിട്ടിയില്ല. കാരണം കെമിസ്ട്രി മാർക്ക് ഉണ്ട് കിട്ടില്ല പറയുമ്പോൾ 96. ഓക്കെ, അപ്പൊ മോൾ അവിടെ എക്സ്പെക്ട് 100 ആയിരുന്നു. ഞാൻ ബയോളജിക്ക് എക്സ്പെക്ട് ചെയ്തു, പക്ഷെ കിട്ടിയില്ല. ഓക്കെ, അപ്പൊ കെമിസ്ട്രി നമുക്ക് 100 കിട്ടി. അപ്പോൾ ആ ഒരു എക്സ്പെക്ടേഷൻ നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി സാധിക്കുകയും ചെയ്തിട്ടുണ്ട് അല്ലേ? അത് ഗംഭീരമായിട്ടുണ്ട്, നോ ഡൗട്ട്. ഏറ്റവും മാന്ത്രിക മാർക്കിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി അവിടെ കെമിസ്ട്രിയിൽ സാധിക്കുകയും ചെയ്തു. മൂവിങ് ഓൺ, നമുക്കറിയാം MCQs ഒരു ഡിഫിക്കൽട്ട് ആയ ഭാഗമാണല്ലോ. അപ്പോൾ MCQ ക്രാക്കാനായിട്ട് സൈലത്തിന്റെ DPPs നമുക്ക് യൂസ്ഫുൾ ആയിരുന്നു. അങ്ങനെ ചെയ്തു കൊടുത്തിരുന്നു ഫിസിക്സ്. അത് നമുക്ക് ഇപ്പൊ ക്ലാസ്സിന് എപ്പോ തന്നെ ചെയ്യുമായിരുന്നു? നമ്മൾ എങ്ങനെയാണ് അതിന്റെ ഒരു റൂട്ടീൻ തയ്യാറാക്കിയിരുന്നത്? ഞാൻ എടുത്തെല്ലാം പഠിക്കുമായിരുന്നു, അന്നത്തെ ക്വസ്റ്റ്യൻ ചെയ്യും. ചുമ്മാ ഗസ് വർക്കിന് തയ്യാറായിരുന്നില്ല. ബഹുഭൂരിപക്ഷം എന്ന് വെച്ചാൽ DPP എടുക്കും, ചുമ്മാ കറക്റ്റ് ആ സംഭവമില്ല. അത് പഠിച്ചു കഴിഞ്ഞാൽ ആ കാണുന്ന ഭാഗം അപ്പം DPP ചെയ്ത് നോക്കും. നമ്മൾ ഓക്കെ ആണെന്ന് നോക്കും. നമ്മൾ ഓക്കെ ആണെങ്കിൽ ഓക്കെ സെറ്റ്, ഒന്നും കൂടി ചെയ്ത് നോക്കും, പഠിക്കപ്പോ തന്നെ. ഓക്കെ, സൊല്യൂഷൻ വായിച്ച് പഠിക്കാറുണ്ടായിരുന്നോ? പഠിക്കാറുണ്ട്. ഞാൻ ഒരു തവണ പഠിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം അത് റിവൈസ് ചെയ്യും. പിന്നെ ഒരു 3 ദിവസം കഴിഞ്ഞ് പിന്നെ റിവൈസ് ചെയ്യും. പിന്നെ 1 വീക്ക് അങ്ങനെ
റിവിഷൻ ഉണ്ടായിരുന്നു. റിവിഷൻ ഉണ്ടായിരുന്നു. അതായത് മോളുടെ സ്റ്റഡി പ്ലാനകത്ത് റിവിഷൻ ഭയങ്കര ഒരു ഇമ്പോർട്ടന്റ് റോൾ ഉണ്ടായിരുന്നു. ഒരു തവണ പഠിച്ചടച്ചു വെച്ചതിനെ മറന്നു. ചോദിക്കട്ടെ, ഇപ്പൊ എല്ലാവരും ഇപ്പോൾ പറയുന്ന ഒരു മിത്തൊക്കെ തന്നെയുണ്ട്, ക്ലാസ് 12 CBSE ബോർഡ് എക്സാമിനകത്ത് ഫുൾ മാർക്ക് നേടാനായിട്ട് നമുക്ക് അവസാന നിമിഷം മാത്രം പഠിച്ചാൽ മതി. ഒരു ഇല്ലോജിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, മോളുടെ അഭിപ്രായത്തിൽ മോൾ ലാസ്റ്റ് മിനിറ്റ് ഒരു പഠിച്ച മാർക്ക് നിർത്തിയായിരുന്നു? ലാസ്റ്റ് മിനിറ്റ് പഠിച്ചു കഴിഞ്ഞാൽ കിട്ടത്തില്ല, ഫുള്ളൊന്നും കിട്ടത്തില്ല. പാസ് മാർക്ക് കിട്ടും, ഓക്കെ, പക്ഷെ ഫുള്ള് കിട്ടത്തില്ല. അത് നമ്മ എല്ലാ ദിവസവും കുത്തിരുന്ന് പഠിക്കണം എന്നൊന്നുമില്ല. ഒരു ദിവസം 3 മണിക്കൂർ പഠിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം അധികം പഠിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ പഠിക്കണം, അല്ലാണ്ട് കിട്ടില്ല. ഈ പഠിക്കണേൽ കൂടുതൽ നമ്മൾ റിവൈസ് ചെയ്യണം, അല്ലെങ്കിൽ ഒന്നുമില്ല. റിവിഷൻ പറഞ്ഞല്ലോ, ചോദിക്കട്ടെ, ഈ ഫസ്റ്റ് ലെവൽ ഓഫ് സ്റ്റഡി നമ്മൾ എല്ലാ ചാപ്റ്ററും പഠിച്ച് തീർത്തൊരു മാസം ഉണ്ടാവുമല്ലോ റിവിഷൻ തൊട്ട് മുമ്പ് തന്നെ, അത് എന്നാ പഠിച്ചു തീർത്തേ? അതായത് നവംബർ അവിടെ സിലബസ് ഞാൻ ഫുൾ തീർത്തു. പിന്നെ റിവൈസിങ് ആയിരുന്നു, പിന്നെ എക്സാംസ് ഉണ്ടായിരുന്നു. സ്കൂളിൽ പ്രീ ബോർഡ്, പിന്നെ സൈലത്തിൽ എക്സാംസ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരോടും ഇപ്പൊ നീ പറയുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ റിവിഷൻ ആണ് കീ ടു സക്സസ്. അതായത് നമുക്ക് എന്താണ് സൈലത്തിന്റെ ഇപ്പൊ മൊഡ്യൂൾ എക്സാം ഉണ്ടായിരുന്നു, അറിയാമായിരിക്കും. ആ കാണുന്ന മൊഡ്യൂൾ എക്സാമിന്റെ ഇമ്പോർട്ടൻസ് എല്ലാം തന്നെ ഞങ്ങളെക്കാളും പറയാറുള്ളത് റിവിഷൻ തന്നെയാണ്. സോ നമ്മൾ കുറച്ച് പാഠം പഠിക്കുന്നു, നമ്മൾ എന്ത് ചെയ്യുന്നു, അപ്പോൾ തന്നെ റിവൈസ് ചെയ്യുന്നു, ആൻഡ് അവസാനം എന്ത് ചെയ്യുന്നു, നമ്മൾ ഫുൾ ഫ്ലുവൻസ് റിവിഷനിലേക്ക് മാറണം എന്ന് തന്നെയാണ് സൈലത്തിന്റെ ടോപ്പർ ആയിട്ടുള്ള നീ ഈ നിമിഷം എല്ലാവരോടും പറഞ്ഞു വെക്കുന്നു. അപ്പോൾ നമ്മുടെ ഒരു സ്ട്രാറ്റജി എല്ലാം തന്നെ പറഞ്ഞു, ഏറ്റവും ഗംഭീരമായിട്ട് മാർക്ക് നേടിക്കഴിഞ്ഞു. ഈ നിമിഷം എല്ലാവരും കേൾക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്, നമ്മൾ ഇനി എന്താണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്, ദി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് ഒരു ചോദ്യം തന്നെ ഉണ്ടാവും. ഞാനിപ്പോ സൈലത്തിൽ തന്നെ നീറ്റ് റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി ജോയിൻ ചെയ്തു ധീര ബാച്ചിലെ. കണ്ടിന്യൂ പ്രതീക്ഷിക്കും. ഒബ്വിയസ്ലി നമുക്ക് എന്താണ് ഹാർഡ് വർക്കാണ്. നമ്മൾ ഇത്ര ഹാർഡ് വർക്ക് ചെയ്യുമെങ്കിൽ വളരെ സുഖമായിട്ട് നീറ്റ് എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ധീര ബാച്ച് എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഒരു ഫീൽ? അത് അടിപൊളിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ക്ലാസ്സൊക്കെ. ഫിസിക്സ് ആയാലും കെമിസ്ട്രി ആയാലും എല്ലാം ബേസിക് തൊട്ട്, അതായത് മെയിലിൽ തന്നെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തല്ലോ. അപ്പൊ ഫണ്ടമെന്റൽസ് വെച്ചതും നല്ലതായിട്ട് എനിക്ക് തോന്നി. കാരണം എനിക്ക് മാത്സിന്റെ ഒക്കെ ബേസ് എനിക്ക് വലിയ കാര്യത്തിലില്ല, കാരണം ഞാൻ 12th മാത്സ് എടുത്തിട്ടില്ലാത്തതുകൊണ്ട് തന്നെ. അപ്പോ ക്ലാസ് കേട്ടപ്പോഴത്തേക്കും എനിക്ക് ക്ലിയർ ആയി കുറേയൊക്കെ, മാത്സ് ഒക്കെ മനസ്സിലായി. പിന്നെ ഫിസിക്സിന്റെ ഫണ്ടമെന്റൽസും കെമിസ്ട്രിയുടെയും എല്ലാം കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ ഫണ്ടമെന്റൽസിൽ തുടങ്ങിയിട്ട് ചാപ്റ്ററിലേക്ക് വന്നത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ക്ലിയർ ആക്കിയിട്ട് നമ്മൾ ചാപ്റ്റർ പഠിക്കുമ്പോഴത്തേക്കും അത് ഒരു നമുക്കൊരു വേറൊരു രീതിയിൽ നമുക്ക് ചാപ്റ്ററിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റും, കിട്ടുന്നുണ്ട്. അപ്പൊ നമ്മൾ ഹാപ്പി ഇരിക്കുക ശരിക്കും പറഞ്ഞാൽ, കാരണം നമുക്കൊരു എൻഡ് റിസൾട്ട് വരുമ്പോൾ നമുക്ക് ഹാപ്പി ആവാം. പഠിക്കുന്ന നമുക്കൊക്കെ മനസ്സിലാവുന്നുണ്ട്, അത് ചെയ്യാൻ വേണ്ടി റിപ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, നമ്മളപ്പോൾ ഹാപ്പി ആയിട്ട് മാറുന്നതായിരിക്കും. സോ എന്തായാലും ഏറ്റവും ഗംഭീരമായ റിസൾട്ട് അടുത്ത കൊല്ലം സൈലത്തിന്റെ ഉണ്ടാക്കണം. ഞങ്ങൾ വീണ്ടും എന്തായാലും ഓൺലൈനിൽ കാണാൻ വരും. അതെപ്പോഴായിരിക്കും? അടുത്ത തവണത്തെ നീറ്റ് എക്സാമിന് ശേഷമായിരിക്കും. ഓക്കെ, നമ്മൾ തകർക്കില്ലേ? തകർക്കും. ഓക്കെ, സോ ഗൈസ്, ഇതായിരുന്നു നീയുടെ സ്ട്രാറ്റജി. ഇങ്ങനെയാണ് നീ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ എല്ലാവരും ഇപ്പോൾ തന്നെ മനസ്സിലാക്കുന്ന കാര്യം ഒന്നുമല്ല, നമ്മളെ കൊണ്ട് സാധിക്കും. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളെ കുറച്ച് സമയം മാത്രം മാറ്റിവെക്കുക, ഏറ്റവും ഗംഭീരമായിട്ട് പഠിക്കാൻ വേണ്ടി തയ്യാറാവുക. ചുരുങ്ങിയ സമയം മാത്രമാണ് നമുക്ക് ഇനി ക്ലാസ് 12 CBSE ബോർഡ് എക്സാം വേണ്ടിയുള്ളൂ. എല്ലാവരും ഏറ്റവും ഗംഭീരമായി പഠിക്കുക. ആൻഡ് ഈ ബാച്ചിനെ പറ്റി ഞാൻ കൂടുതൽ പറയേണ്ട കാര്യമില്ല. ഏറ്റവും മികച്ച രീതിയിൽ നിങ്ങൾക്ക് എല്ലാ കോഴ്സും എല്ലാം ഏറ്റവും ഗംഭീരമായി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സൈലത്തിന്റെ ഓൺലൈൻ ട്യൂഷൻ ബാച്ചാണ് അഗ്നി ബാച്ച്. സോ എല്ലാവരെയും അഗ്നി ബാച്ചിൽ സ്വാഗതം ചെയ്യുന്നു. ആൻഡ് ദെൻ അഗ്നി ബാച്ചിനെ റേറ്റ് ചെയ്യുകയാണെങ്കിൽ എത്ര റേറ്റിംഗ് ഉണ്ടാവും ഔട്ട് ഓഫ് 5? നോ ഡൗട്ട് അല്ലേ? സോ ഗൈസ്, വൈൻഡ് അപ്പ് ചെയ്യുന്നു. ബൈ. നിയ സൈനിങ് ഓഫ് പറഞ്ഞു. ബൈ.